ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു വീഡിയോ ഒക്കെ അതൊന്ന് കണ്ടിട്ട് വാ. ഗൈസ്, നമ്മുടെ നാട്ടിൽ വൻ കേരള സ്റ്റോറി വിവാദം നടന്നിട്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെ അറിയാം, ഞാൻ ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫിജിയിൽ എൻ്റെ പുറകെ കാണുന്ന ബോർഡ് കണ്ടോ? ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിജി എന്ന് പറഞ്ഞ രാജ്യം ഓസ്ട്രേലിയയുടെ മേളിൽ കിടക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി. ആ ഫിജിയിൽ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള സുവ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു 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 തിയേറ്ററാണ് ഈ കാണുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാര്. എന്നാ വേണ്ട അവന്മാർക്ക് ഈ പടം? ശരിക്കും പറഞ്ഞാല് സത്യം പറഞ്ഞ ദേശാമർഷം വരുന്നുണ്ട്. ഇവരുടെ ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും അപ്പന്റെ വകയാണോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ? ഭയങ്കര മോശമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. അതെ, ലോകത്തിന്റെ മുമ്പിൽ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാടിനെ അപമാനിക്കാൻ വേണ്ടി ഒരു സിനിമ. അങ്ങനെ ഒന്നല്ല, അതിന്റെ 2. ഇനി നമ്മളിത് വെച്ച് ഉറപ്പിച്ച 3, 4, 5 ഒക്കെ ഇറങ്ങും. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട്, കേരളത്തിൽ താമസിച്ചുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ 1ാം ഭാഗം ഇറങ്ങി, ഇപ്പം 2ാം ഭാഗത്തിൻ്റെ ട്രെയിലർ ഇറങ്ങി, ഇതുപോലെ ഒരു സംഭവം നിങ്ങളുടെ അയലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലോ നമ്മുടെ കേരളത്തിലോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള സിനിമകൾ പടച്ചുവിടുന്നത്? എന്താണ് ആവശ്യം? വർഗീയപരമായി എന്തിനാണ് വെറുതെ ഒരു നാടിന് ചേരിതിരിവുണ്ടാക്കുന്നത്? എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതിന് എതിരായിട്ട് പബ്ലിക്കിൻ്റെ അഭിപ്രായം തിരക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ വന്നപ്പോണ്ട്. അപ്പോൾ അതിനകത്ത് ഒട്ടുമിക്ക ആൾക്കാരുടെ അഭിപ്രായം എന്താണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്ക്. എന്നിട്ട് നമുക്ക് ഈ സുജിത്ത് ഭക്തൻ പറയുന്ന കുറച്ച് വാക്കുകൂടെ കേൾക്കാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നാലും എന്തൊക്കെ വന്നാലും നമ്മുടെ 2 സൂപ്പർ താരങ്ങളുണ്ട്. ഒന്ന് മമ്മൂട്ടി, ഒന്ന് മോഹൻലാൽ. അവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, വാ തുറന്നൊരു വാക്ക് അതിനെതിരെ. എന്തൊക്കെ നാട്ടിൽ നടന്നാലും സിനിമയിൽ ഭയങ്കരമായ കാര്യങ്ങളെല്ലാം പറയുകയൊക്കെ ചെയ്യും. എന്നാൽ എവരെ പോലെ സാർത്ഥരായവർ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇനി ആരൊക്കെ എന്തൊക്കെ എന്നെ പറഞ്ഞാലും ശരി, കാര്യം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നാൽ, ആനുകാലിക വിഷയങ്ങൾ വന്നാൽ, ഇങ്ങനെയൊക്കെയുള്ള സിനിമ അവരുടെ തൊഴിലിടത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു അധർമ്മം വന്നിരിക്കുന്നത്. അവർക്ക് ഒരു വാക്ക് ഇതിനെതിരെ സംസാരിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ അവർ മിണ്ടത്തില്ല. അവർക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്തണം. ഈ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ട് അത് തുറന്നു പറഞ്ഞ സുജിത്ത് ഭക്തന് എൻ്റെ 1000 അഭിനന്ദനങ്ങൾ. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റോറി ഒന്നും ഇറക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന്റെ സ്റ്റോറി എന്താണെന്നുള്ള കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം, പുറം ലോകത്തുള്ളവർക്കും അറിയാം കേരളത്തിന്റെ സ്റ്റോറി എന്താണെന്ന്. നമ്മൾ എവിടെ ചെന്നാലും പൊറോട്ടയും ബീഫും ഉണ്ട്, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അത് ശരിക്കും കേരള സ്റ്റോറി അങ്ങനെയല്ല, തെറ്റായ ഒരു രീതിയിലാണ് പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. അതായത് പെൺകുട്ടികൾ 2 സൈഡ് എപ്പോഴും പിന്നി, ഇവിടെ ഒരു മുല്ലപ്പൂ വെച്ച്, അങ്ങനെയൊന്നും അല്ല. എപ്പോഴും തെറ്റായിട്ടുള്ള ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു പാത്രത്തിൽ നിന്ന് ചോറ് കഴിച്ചും സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അത് എങ്ങനെ ഇല്ലാണ്ടാക്കാന്നാണ് ബാക്കിയുള്ള അടുത്ത് കാണിക്കാൻ പോകുന്നത്. കേരളത്തെ അപമാനിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ അതിനുള്ളൂ. കേരളത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്. ഇനി എന്ത് പറഞ്ഞാലും ബീഫ് പങ്കുവയ്ക്കാൻ ഞാൻ പോകുന്നില്ല. ബീഫ് കഴിക്കുന്ന ഏതൊരു മനുഷ്യന്റെ അടുത്തും പോയി നിങ്ങൾ ഇരുന്നാൽ അവൻ ചത്താലും പൊറോട്ട പങ്കുവയ്ക്കും, പക്ഷെ ബീഫ് പങ്കുവയ്ക്കില്ല. അത് സ്വപ്നം കാണേ വേണ്ട ഹിന്ദിക്കാർ. ഗീവൽസിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് കേരളം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ മലയാളികൾ എന്താണ്, അതിനെ മൊത്തത്തിൽ രാജ്യം വെറുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ കൃത്യമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട്. ഒരു ഫോർമുല സിനിമ തന്നെയാണ്. പുറമുള്ള മാതിരിയല്ല നമ്മൾ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ എല്ലാവരും ഒത്തൊരുമയിലുള്ള ആൾക്കാർ. അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യാന്നല്ലാതെ വേറൊന്നായിട്ടില്ല. അത് ശരിയല്ല. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമല്ല. അവർക്ക് ഒരു ബിസിനസ് മാതിരിയാണ്. അപ്പോൾ കേട്ടല്ലോ, ഒരു ശരാശരി വരുന്ന മലയാളികളുടെ കാഴ്ചപ്പാടാണ് ഇവർ ഈ പറഞ്ഞത്. ഇവർക്ക് ഈ കേരളത്തിൽ ബീഫ് കഴിക്കുന്നതിനോട് എതിർപ്പുള്ളവരോ അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരോ ആരുമല്ല. ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ കഴിക്കും. അതിനെന്താണ് കുഴപ്പം? ആവശ്യമുള്ളവർ കഴിക്കട്ടെ, ആവശ്യമില്ലാത്തവർ കഴിക്കണ്ട. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ ഇച്ഛയ്ക്ക് വേണ്ടി ഈ മാതിരി വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ പടച്ചു വിടുമ്പം അതിനെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കരുത്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കേരളമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ അവന്മാർ വന്ന് ഇങ്ങനത്തെ പടങ്ങൾ പടച്ചുവിടുമ്പം അതിനെയൊക്കെ ഏറ്റുപിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് സഹതാപവും പുച്ഛവും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ അവസരത്തിൽ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ സുജിത്ത് ഭക്തൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അപ്പം അതുകൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാവരും അവസാനം വരെ മാക്സിമം കാണാൻ നോക്കുക.
അപ്പോൾ കേരള സ്റ്റോറി എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും കാണുന്ന ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റോറിനെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥ അതിക്രമിച്ച് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കേരള സ്റ്റോറി 1 എന്ന് പറഞ്ഞ ആ ഒരു പടം ഞാൻ കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അതിന് കേരള സ്റ്റോറി എന്നൊക്കെ പേര് കൊടുത്തത് അന്നേ എനിക്ക് ശരിക്കും ഒരു അമർഷമുണ്ടായിരുന്നു. അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കത്തില്ല എന്നും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അതൊക്കെ വളരെ പ്രൊപ്പഗണ്ട മൂവിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടയ്ക്കാണ് ഇപ്പോൾ കറക്റ്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് നോക്കിക്കണ്ട് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ രീതിയിൽ അടുത്തൊരു പടം കൊണ്ടുവരുന്നത്. അങ്ങനെ കേരള സ്റ്റോറി 2 വരുന്നു, അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങുന്നു, പിന്നെ അതിൻ്റെ പത്രസമ്മേളനമൊക്കെ കാണുന്നു. ഒരു മലയാളിയുമായിട്ടൊരു ബന്ധം പോലും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ആരൊക്കെയോ ചേർന്ന് ആ പടം ഒരു പ്രൊപ്പഗണ്ട മൂവിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നു. അതിനെ തുടർന്ന് വിവാദങ്ങളുണ്ടാകുന്നു, കോടതിയിൽ ആളുകൾ കേസ് കൊടുക്കുന്നു, കോടതി ഇടപെടുന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അതിനെ തുടർന്ന് സംഭവിക്കുന്നു. ഈ ഒരു പടത്തെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പടത്തിൻ്റെ അണിയറ പ്രവർത്തകരെ പറ്റി ഒന്ന് നോക്കണമല്ലോ. കാരണം പടത്തിൻ്റെ അണിയറ പ്രവർത്തകരാണല്ലോ ഒരു പടം എത്രത്തോളം ആ ഒരു പടം പ്രൊപ്പഗണ്ടയാണോ ഏത് രീതിയിലാണോ എന്നൊക്കെ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു കാമാഖ്യ നാരായൺ സിംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. കാമാഖ്യ നാരായൺ സിംഗിനെ പറ്റി വിക്കിപീഡിയയിൽ പോയി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ബോർ എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. 84 ഗുവാഹട്ടിയിൽ ജനിച്ച ഒരാളാണ് അദ്ദേഹം. ബോർ, പിന്നെ ജസ്റ്റിസ് ഡിലേഡ്, 10 Days സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞ ആർട്ടിക്കിൾ 35 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പടങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എഴുതിയത് വിപുൽ അമൃത്ലാൽ ഷാ, പിന്നെ അമർനാഥ് ഷാ എന്ന് പറഞ്ഞ 2 പേര് ചേർന്നാണ് ഈ ഒരു പടം എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്, വിപുൽ അമൃത്ലാൽ ഷാ. ഇതൊക്കെ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ആരാണെന്നാണ്. എന്താണെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ. എന്നാലും ഇവർക്കൊക്കെ എന്തിൻ്റെ കടിയാടാ നിനക്കൊക്കെ കേരള സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് പേര് കൊടുക്കാൻ? സത്യം പറഞ്ഞാൽ ഇന്ന് ഫിജിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള സുവ എന്ന് പറഞ്ഞ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഞാൻ അവിടെ കണ്ടപ്പോൾ എൻ്റെ തോലി ഉരിഞ്ഞു പോയി. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് 26 ഫെബ്രുവരി, ഇവിടെ വൈകിട്ട് 4:15. അപ്പോൾ ഞാനിന്ന് രാവിലെയാണ് ഞാനിത് കണ്ടത്. 27-ാം തീയതി മുതൽ നിങ്ങളുടെ തിയേറ്ററിൽ, ഏതൊരു തിയേറ്ററിന് മുമ്പിൽ അതാണ് അതിൻ്റെ ഫ്ലക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് 27-ാം തീയതി മുതൽ നാളെ മുതൽ നിങ്ങളുടെ മുമ്പിൽ തിയേറ്ററിൽ ഈ പടം പ്രദർശിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ഫ്ലക്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അവിടെ കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ കുറേ ആൾക്കാരുടെ പേരും അതും സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലാണ് അവർ കാണിക്കുന്നത്. എന്നിട്ട് വാച്ച് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫിജി എന്ന് പറഞ്ഞ ഒരു രാജ്യം എടുത്തോട്ടെ, ഫിജി എന്നൊരു രാജ്യം. ഇവിടെ ഞാൻ ആക്ച്വലി നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള 40% വരുന്ന ആൾക്കാർ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലും അവരെ പേരിന് മാത്രമേ ഇന്ത്യ എന്നുള്ള രാജ്യവുമായിട്ടൊരു ബന്ധമുള്ളൂ. അതല്ലാതെ അവരുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനോ ഒക്കെ ആയിരിക്കും ഇവിടേക്ക് മൈഗ്രേറ്റഡ് ആയിട്ട് വന്നത്. അവരൊക്കെ 3rd ജനറേഷൻ 4th ജനറേഷൻ ആൾക്കാരാണ് ഇവിടേക്കുള്ള ഇന്ത്യക്കാർ. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയത്, ഒരു സൗത്ത് ഇന്ത്യൻ ക്ഷേത്രമാണ്. അവിടെ ഇഡലിയും ദോശയും എല്ലാം ഉണ്ട് ആ അമ്പലത്തിന് പുറത്ത്. അതൊക്കെ ഫുഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല സൗത്ത് ഇന്ത്യൻ അമ്പലം. പൂജാരി അടക്കം എല്ലാവരും തമിഴ്നാട് സ്റ്റൈലാണ്. പക്ഷേ അവർക്ക് തമിഴ് അറിയില്ല. അവരാർക്കും തമിഴ് അറിയില്ല. അവരെല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. തമിഴ് അറിയാത്ത സൗത്ത് ഇന്ത്യൻ ആളുകളെ ഞാനിവിടെ ഫിജിയിൽ വന്നപ്പോൾ കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ഇവർക്ക് ആ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവരുടെ അപ്പൂപ്പനോ അപ്പൂപ്പനോ ഒക്കെ ഇന്ത്യയിൽ ഇങ്ങോട്ടേക്ക് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വന്നു എന്നുള്ളതാണ് ഇവർക്ക് ആ ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കേരളത്തെ പറ്റി ഉള്ള ഒരു ഇംപ്രഷനാണ് ഈ ഒരു സിനിമ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഞാൻ ആ രീതിയിലാണ് ആലോചിച്ചത്. ഇത് ഫിജിയിലെ മാത്രം കാര്യമല്ല, മറ്റ് പല നാടുകളിൽ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് ഞാൻ ഇന്ന് സുവ നഗരത്തിലൂടെ, അതായത് അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലൂടെ രാവിലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നടന്നപ്പോഴത്തേക്കും ഞാൻ മാർക്കറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടന്നു വരുന്നു. നല്ല മനുഷ്യർ, വളരെ നല്ല ആൾക്കാർ, നല്ല അനുഭവം, നല്ല രീതിയിൽ ആളുകളൊക്കെ ഇൻട്രാക്ട് ചെയ്ത് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് തിയേറ്ററിൻ്റെ മുമ്പിൽ ഈ ഒരു ഫ്ലെക്സ് കാണുന്നത്. എൻ്റെ സകലം മൂടി പോയി ആ ഫ്ലെക്സ് കണ്ട്. അപ്പോൾ ഞാൻ അന്നേരം ആലോചിച്ചത്, നാളെ ഈ പടം ഇവിടെ റിലീസ് ആവുകയാണെങ്കിൽ ഈ പടം കാണാൻ പോകുന്ന ഇവിടത്തുകാരായിട്ടുള്ള ഫിജിയൻസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ പടം കാണാൻ പോകുന്നു. അവർ ഈ പടം അകത്ത് തിയേറ്ററിൽ കയറിയിരുന്ന് കാണുന്നു. എന്നിട്ട് അവർ ഇതിനകത്ത് കാണുന്ന ഈ പ്രൊപ്പഗണ്ട മൊത്തം കേരളത്തിൻ്റെ മേലെയാണ് അടിച്ചമർത്തുന്നതെന്ന് ഓർക്കണം. ഇന്ത്യ അല്ല, കേരളത്തിൻ്റെ മേലെയാണ് ഈ പ്രൊപ്പഗണ്ട എല്ലാം അടിച്ചമർത്തുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. കേരളം, അതായത് നമ്മുടെ സർക്കാരൊക്കെ എന്ത് തേങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കണം എനിക്കറിയാം. എനിക്കൊരു എന്താ പറയുക, ഒരു ഇതും കിട്ടുന്നില്ല. സർക്കാർ ഇതിൽ ഇടപെടണം. സർക്കാർ നിങ്ങൾ ഈ പടം നിരോധിക്കണം, അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ പേര് മാറ്റണം. കാരണം കേരളം, നിങ്ങൾ ഈ കേരള ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് നാട് മൊത്തം കാശ് മുടക്കി പരസ്യം ചെയ്യുന്നുണ്ടല്ലോ. അന്നേരം ഈ കേരളത്തെ പറ്റി ഈ നാട്ടിലുള്ള ആൾക്കാർ ഈ പടം കണ്ടിട്ട് അവരെങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുകയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവർ ഏത് രീതിയിലായിരിക്കും കേരളത്തെ ജഡ്ജ് ചെയ്യുകയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ കേട്ടല്ലോ, ഒരു ശരാശരി വരുന്ന മലയാളികളുടെ മനസ്സിരിപ്പ് ഇത് തന്നെയാണ്. ഇതിനൊക്കെ എതിരായിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ മുമ്പിട്ട് ഇറങ്ങണം എന്നാണ് പറയാനുള്ളത്. ഈ പടം നിരോധിക്കുക, അല്ലെങ്കിൽ പേര് മാറ്റി ഇറക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പടം നിരോധിക്കണം. കാര്യം ഇല്ലായ്മ ആരൊക്കെയോ കേരളത്തിൽ ഉള്ളവർ പോലും അല്ലേ, എവിടെയോ ഉള്ള കുറച്ച് ആൾക്കാർ വന്ന്, കേരളമായിട്ട് ഒരു ബന്ധമില്ലാത്തവന്മാർ വന്ന് കേരളത്തെക്കുറിച്ച് ഇമാതിരി കുറേ വീഡിയോസ് എടുത്തു വെച്ച്, അല്ലെങ്കിൽ ഇതേപോലത്തെ കുറേ പടങ്ങൾ എടുത്തു വെച്ചിട്ട് ഇമാതിരി അപരാധം കാണിച്ച് കൂട്ടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ എന്താണ് ഇത്ര തിടുക്കം? എൻ്റെ പ്രിയമുള്ളവരെ, ഇതിനെതിരെ ശക്തമായി ഓരോ മലയാളിയും പ്രതികരിക്കണം. ഈ പടം എൻ്റെ അഭിപ്രായത്തിൽ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. നമ്മുടെ ബാക്കിയുള്ള വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണുക. താങ്ക്